What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Current channel. Mike Maignan and Jamie Gittensന്റെ ബിഡ് അപ്ഡേറ്റ്. ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ മെയിൻ ഡിസ്കഷൻ. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും ക്ലോസസ്റ്റ് നമ്മൾ ഒരു പക്ഷേ ക്ലബ് വേൾഡ് കപ്പിന് മുന്നേ സൈൻ ചെയ്യാനായിട്ടുള്ള രണ്ട് പ്ലേയേഴ്സ് ഇതാണ്. ആൻഡ് ഞാൻ കുറച്ച് ട്വിറ്റർ അല്ലെങ്കിൽ x.com ഞാൻ കണ്ട കുറച്ച് വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും വേണ്ട നമുക്ക് ആ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ എന്നുള്ള രീതിയിൽ. നൗ ദി ആൻസർ ഇസ് യെസ്, ഇവരൊന്നും വേണ്ട നമുക്ക് ആ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ. പക്ഷെ ഇവർ വന്നു കഴിഞ്ഞാൽ ആ ടീമിൽ എത്രയും പെട്ടെന്ന് ജെല്ല് ചെയ്യാനും അടുത്ത സീസണിലേക്ക് തയ്യാറെടുപ്പ് തുടങ്ങാനും വേണം. കാരണം ഇതൊരു മിക്സ് ഓഫ് ഒരു ടൂർണമെന്റ് സ്ലാഷ് പ്രീ സീസൺ എൻഗേജ്മെന്റ് എല്ലാം കൂടെ ചേർന്ന ഒരു ടൂർണമെന്റ് ആണ്. പ്രീ സീസൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് പേർക്ക് സമയം കിട്ടില്ല. പക്ഷെ നമുക്ക് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെയിൻ സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുന്ന പ്ലേയേഴ്സ് ആണ്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ്ലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവര് നമ്മൾ എത്രയും പെട്ടെന്ന് സൈൻ ചെയ്യുക, ടീമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ജേമി ഗിറ്റൻസ് ആണ്. എനിക്ക് മൈക്ക് മൈഗ്നനെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ജേമി ഗിറ്റൻസ് ആണ്. മൈഗ്നന് നമ്മളൊരു 15 മില്യൺ യൂറോസ് എന്തോ നമ്മൾ ബിഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ മിലാനോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇന്നാ പിടിച്ചോ, ഇതാണ്, ഇതിൽ കൂടുതൽ നമ്മൾ ഇനി തരുന്നില്ല. നമുക്ക് ക്ലബ് വേൾഡ് കപ്പ് ഡെഡ് ലൈൻ ഉണ്ട്, 10-ാം തീയതിയാണ് ഡെഡ് ലൈൻ. ആ ഡെഡ് ലൈനിന് മുന്നേ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങളുടെ തീരുമാനമായി, ഞങ്ങൾക്ക് വേറെ ടെൻഷൻ ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ചെൽസി നിൽക്കുന്നത്. ഇനി മിലാന്റെ കയ്യിൽ ഇറ്റാലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ദ ഡീൽ ഹാസ് ബീൻ എഗ്രീഡ്. ഫെബ്രിസോ റൊമാനോ, ഡേവിഡ് ഓൺസ്റ്റിനോ ആരും അത് കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ഇറ്റാലിയൻ മീഡിയാസ് ഏകദേശം അത് ഡീൽ ഉറപ്പിച്ചു എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. സോ ഒരു പക്ഷേ AC മിലാൻ ഒരു ചായ്വ് ഉണ്ടാവും, 15 മില്യൺ കിട്ടണോ അത് അടുത്ത കൊല്ലം ഇവനെ ഫ്രീ ആയിട്ട് വിടണോ എന്നുള്ളത്. ഇനി അവർ അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിട്ട് കടുംപിടുത്തം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ദ ഡീൽ മൈറ്റ് ബി ഓഫ്. പിന്നെ മൈഗ്നന്റെ ഫോമും അത്രയ്ക്ക് വലിയ ഫോമൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് കളികളൊക്കെ ആയിട്ട് മോശം ഫോമാണ്. അതുകൊണ്ട് ഞാനും വലിയ എക്സൈറ്റഡ് അല്ല മൈഗ്നനിൽ. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ ടീമിലേക്ക് വരുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കരുതുന്നു. അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. പിന്നെ നമുക്ക് എന്തായാലും ജോർഗെ പെട്രോവിച്ച്, സാഞ്ചസ് ഉള്ളതുകൊണ്ട് നോട്ട് ടു മച്ച് ടു വറി. പക്ഷെ മൈഗ്നൻ വന്നാൽ ഇവരിൽ ആര് പോകുന്നുള്ളത് വഴിയെ നമുക്ക് കണ്ടറിയാം. അതോടൊപ്പം തന്നെ നമുക്ക് ജേമി ഗിറ്റൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു ബിഡ് ഇട്ടു. ആ ബിഡ് മനോഹരമായിട്ട് അവർ റിജക്ട് ചെയ്ത് തിരിച്ചു തന്നു. 35 മില്യൺ ആണ് ബിഡ് ഇട്ടിരിക്കുന്നത്. ആൻഡ് എന്റെ ഒരു കണക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിത്തിങ് ലെസ് ദാൻ 40 മില്യൺ വുഡ് ബി ആൻ അബ്സൊല്യൂട്ട്ലി സ്ട്രോങ് ബൈ. കാരണം അവന്റെ ഒരു പ്രൊഫൈൽ, ഒരു പ്ലെയർ നമുക്കില്ല. ഹീസ് ആൻ ഡ്രിബിളിംഗ് ബീസ്റ്റ്, 1-on-1 ഡ്രിബിളർ ആണ്. ഞാൻ ഓൾറെഡി ജേമി ഗിറ്റൻസിനെ കുറിച്ച് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഫൈൽ ഞാൻ ചെയ്തു കഴിഞ്ഞു. ആൻഡ് അത് ചെൽസിക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഹീസ് എ ഷോട്ട് ടേക്കർ, ഷോട്ട് കൺവേർഷൻ. നോണി മാഡുവക്കയുടെ മറ്റൊരു പകർപ്പ് വിത്ത് ബെറ്റർ ഗോൾ കൺവേർഷൻ റേഷ്യോ. പിന്നെ കുറെ കൂടെ റോയ് ആണ്. പിന്നെ ടീമിൽ കുറെ കൂടെ കളിക്കുമ്പോഴത്തേക്ക് ഇമ്പ്രൂവ് ആവും, വളരെ അത്ലറ്റിക് ആണ്. അതിന് ഇമ്പ്രൂവ്മെന്റ് ആവാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു 1-2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും ആ റോനെസ് ഒക്കെ കുറെ കൂടെ റിഫൈൻഡ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ നമുക്ക് കൊള്ളാം. പക്ഷെ എന്നാലും ജേമി ഗിറ്റൻസിന്റെ പേരിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയല്ലോ. ഒരു സൈനിങ്ങിലും ഞാൻ പഴയ പോലെ എക്സൈറ്റഡ് ആവുന്നില്ല. ക്ലിക്കായിട്ട് നമുക്ക് എക്സൈറ്റഡ് ആവാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ജേമി ഗിറ്റൻസ് ആൻഡ് മൈക്ക് മാഗ്നൻ ഒരു പക്ഷേ ക്ലബ് വേൾഡ് കപ്പിന് മുന്നേ നടക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഗിറ്റൻസിന് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഗിറ്റൻസ് ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഡോട്ട്മെന്റിനെ സംബന്ധിച്ച് വേറെ കോമ്പറ്റീഷനോ വേറെ ആരും ബിഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരും ഒരുപാട് വൈകിപ്പിക്കേണ്ട കാര്യം അവർക്കും ഇല്ല. അപ്പൊ അവരും ഒരു പ്രൈസിൽ അവർ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ദീസ് 2 ഡീൽ ഷുഡ് ഗോ ത്രൂ അൺലെസ് ക്ലബ്ബുകൾ ഷാഡ്യം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു ഡീൽ നടക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു കാരണം 2 ക്ലബ്ബുകളും ഷാഡ്യം പിടിക്കുകയാണെങ്കിൽ AC മിലാന്റെ കേസിൽ അത് കുറേ കൂടെ റെയർ ആണ്. മൈഗ്നൻ പ്രത്യേകിച്ച് അവർക്ക് പുഷ് ചെയ്യുന്നതുകൊണ്ടും വാൺ ചെയ്തതുകൊണ്ടും അടുത്ത കൊല്ലം ഞാൻ കോൺട്രാക്ട് ഫ്രീ ആയിട്ട് ഇറങ്ങുന്നു പറഞ്ഞൊരു സ്ഥിതിക്ക് നേരെ മറിച്ച് ഗിറ്റൻസ് മേ ബി നോട്ട് സോ സ്ട്രോങ്, പക്ഷെ സ്റ്റിൽ വളരെ നല്ല ഫേവറബിൾ ആണ് മിക്കവാറും ചെൽസിയിലേക്ക് വരാൻ. പിന്നെയുള്ള കേസ് എക്കിറ്റിക്കരയാണ്. ഗിറ്റൻസ് വന്നു കഴിഞ്ഞാൽ എക്കിറ്റിക്കയുടെ പുറകിൽ നമ്മൾ ഓടി കളിക്കേണ്ട കാര്യം ഞാൻ കാണുന്നില്ല, അൺലെസ് നമ്മൾ ജാക്സനെ വിൽക്കുകയാണെങ്കിൽ. അതൊരു ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ആയിരിക്കും. നേരെ മറിച്ച് നമുക്ക് മോർഗൻ റോജേഴ്സ്, ആസ്റ്റൺ വില്ലയിലെ പ്ലെയർ, അത് കുറെ കൂടെ പ്രൊഫൈൽ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ മുഹമ്മദ് കുഡൂസ്, നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡ് മുഹമ്മദ് കുഡൂസിനെക്കാളും റോജേഴ്സ്, കാരണം ഒരു റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് ഹാഫ് സ്പെഷ്യലിസ്റ്റ്, ഒരു വിങ്ങർ സ്ലാഷ് ഹൈബ്രിഡ് നമ്പർ 10 കളിക്കാൻ പറ്റുന്ന ഒരു റോൾ, ഒരു പ്രൊഫൈലും കൂടെ നമുക്ക് ലാക്കിംഗ് ആണ്. അങ്ങനെ ഒരു പ്രൊഫൈലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം വളരെ സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആണ് ഞാനിപ്പോൾ. അതോടെ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. That's it. Do let me know, guys, നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Current.